നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ കേരളത്തിൽ ഇസ്ലാം മതം എങ്ങനെയാണ് എത്തിയത്, അത് എങ്ങനെയാണ് ഇവിടെ വ്യാപിച്ചത് എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചരിത്രകാരന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പൊതുവെ 3 പ്രധാന കാഴ്ചപ്പാടുകളാണുള്ളത്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ, അതായത് AD 622-632 കാലഘട്ടത്തിൽ, 8ാം നൂറ്റാണ്ടിൽ, 9ാം നൂറ്റാണ്ടിൽ. ഈ വിഷയത്തെ ചേരമാൻ പെരുമാളിന്റെ മതംമാറ്റവുമായി ചില ചരിത്രകാരന്മാർ ബന്ധിപ്പിക്കുന്നുണ്ട്. കേരളോൽപ്പത്തി എന്ന പുസ്തകമനുസരിച്ച് ചേരമാൻ പെരുമാൾ തന്റെ രാജ്യം വിഭജിച്ച് രഹസ്യമായി അറബിയിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം നബിയെ കണ്ടുമുട്ടി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. ഇസ്ലാം മതം കേരളത്തിൽ വ്യാപിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഇവയാണ്. നമ്മുടെ നാട്ടുരാജാക്കന്മാരും ഭരണാധികാരികളും അറബ് വ്യാപാരികൾക്ക് നൽകിയ വലിയ പിന്തുണ, അക്കാലത്തെ ജാതിവ്യവസ്ഥയും സമൂഹത്തിൽ നിന്ന് മാറ്റിനിർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളും മതം മാറാൻ കാരണമായി. അറബ് മുസ്ലിം വ്യാപാരികളും ഇവിടെയുള്ള സ്ത്രീകളും തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെയുണ്ടായ സന്തതി പരമ്പരകളെയാണ് നമ്മൾ മാപ്പിളമാർ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിന്റെ വ്യാപനത്തിൽ നിർണായക പങ്കുവഹിച്ച ചില പ്രധാനപ്പെട്ട ആളുകളുണ്ട്. മാലിക് ഇബ്ൻ ദിനാറും അദ്ദേഹത്തിന്റെ കൂട്ടരും ഇങ്ങനെയൊരു സംഘമാണ്. ഇവർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ നിർമ്മിച്ച് മതപ്രചാരണം നടത്തി. ചാലിയം, കാസർകോട്, കൊടുങ്ങല്ലൂർ, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവർ പള്ളികൾ പണിതു. പിന്നീട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ വ്യാപാരരംഗത്ത് അറബ് മുസ്ലിങ്ങളും പോർച്ചുഗീസുകാരും തന്നെ വലിയ വൈരമുണ്ടായി. പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരെ പോരാടിയ സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ഹൈദരലി, ടിപ്പു സുൽത്താൻ എന്നിവരുടെ ഭരണകാലത്ത് മലബാറിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഈ ഭരണാധികാരികൾ കൊണ്ടുവന്ന ചില പ്രധാന മാറ്റങ്ങൾ ഇവയാണ്: കേന്ദ്രീകൃത ഭരണം, ഇടനിലക്കാരെ ഒഴിവാക്കൽ, കൃഷിക്ക് പ്രാധാന്യം നൽകൽ, കർഷകർക്ക് സംരക്ഷണം നൽകൽ, താഴ്ന്ന ജാതിയിലുള്ളവർക്ക് സാമൂഹിക സമത്വം ഉറപ്പാക്കൽ. ഇതായിരുന്നു കേരളത്തിൽ ഇസ്ലാം മതത്തിന്റെ ആഗമനത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചുമുള്ള പ്രധാന വിവരങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.